ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസാനമാണ് നിഫ്റ്റി ഇൻഡെക്സും എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട മെയിൻ ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്ന് ഉയർച്ചയോട് കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സെൻസെക്സിൽ 445 പോയിൻ്റ് നേട്ടം, നിഫ്റ്റിയിൽ 144 പോയിൻ്റ് നേട്ടം, ബാങ്ക് നിഫ്റ്റി 53 പോയിൻ്റ് നേട്ടം, നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. FIIസിൻ്റെ ഫിഗറും വന്നിരിക്കുന്നത് പോസിറ്റീവ് തന്നെയാണ്. കാരണം FIIs നേരിയ തോതിൽ മാത്രമാണ് ഇന്ന് വിൽപ്പന നടത്തിയിരിക്കുന്നത്. 238 കോടി രൂപയുടെ വിൽപ്പനയാണ് ഇന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നടത്തിയിരിക്കുന്നത്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3588 കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച വന്നിരിക്കുന്ന GDP നെഗറ്റീവായിരുന്നു. ഇന്ത്യയുടെ GDP ഗ്രോത്ത് 7 ക്വാർട്ടറുകളിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലാണ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം വന്നിരിക്കുന്ന GSTയുടെ നമ്പറും ക്വാർട്ടർ ഓൺ മന്ത് ഓൺ മന്ത് കൂടുതലാണെങ്കിലും ഇയർ ഓൺ ഇയറിൽ കൂടുതലാണെങ്കിലും മന്ത് ഓൺ മന്ത് കുറവായിരുന്നു. അതുപോലെ ഓട്ടോ സെയിൽസ് നവംബർ മാസത്തെ ഓട്ടോ സെയിൽസ് വന്നിരിക്കുന്നതും വലിയൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നില്ല. അപ്പോൾ അതിന് പുറമെ ഇന്നലെ നിയുക്ത US പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികളും വന്നു. കാരണം സാർക്ക് ബ്രിക്സ് രാജ്യങ്ങളോട്, ഇന്ത്യ അടക്കമുള്ള 9 രാജ്യങ്ങൾ അടങ്ങുന്നതാണ് ബ്രിക്സ് രാജ്യങ്ങൾ. രാജ്യങ്ങൾ മറ്റൊരു കറൻസി US ഡോളറിന് പകരം മറ്റുള്ള അവരുടെ വിദേശ വ്യാപാരങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മുകളിൽ സർചാർജ് അല്ലെങ്കിൽ ട്രേഡ് ഫെയർ കൂട്ടും, അല്ലെങ്കിൽ 100% നികുതി ഏർപ്പെടുത്തും എന്നുള്ള ഒരു വാർത്ത ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ട്വീറ്റായിട്ട് പുറത്തു വന്നതും ഇന്ത്യയെ ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ട് തുടങ്ങാനുള്ള എല്ലാ കാരണങ്ങളും ഇന്ത്യൻ മാർക്കറ്റിനുണ്ടായിരുന്നു. എന്നിട്ട് കൂടി ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ആദ്യ സമയത്ത് കാണിച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശക്തമായിട്ടുള്ള റിക്കവറിയാണ് വിപണിയിൽ ഇന്ന് ദൃശ്യമായത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും മാർക്കറ്റ് തിരിച്ചു വരുന്നു എന്നുള്ളത് ചിലപ്പോൾ മാർക്കറ്റിൻ്റെ നല്ലൊരു സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ആണ് കാണിക്കുന്നത്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകാൻ സാധ്യത എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് നൽകുന്നത്. അപ്പോൾ അതിന് പുറമെ നമുക്ക് നാളെ മുതൽ തുടങ്ങുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MPC മീറ്റിംഗ്, മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് 3 ദിവസം നീണ്ടു നിൽക്കുന്നു. അതിനുശേഷം വെള്ളിയാഴ്ചയോടുകൂടി 6-ാം തീയതിയോടുകൂടി അതിൻ്റെ ഫലം വരുന്നതാണ്. റേറ്റ് കട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യം അന്ന് നമ്മൾ വെള്ളിയാഴ്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. GDP ഫിഗർ ഔട്ടായതിനു ശേഷം അതിൽ പറഞ്ഞു കൃത്യമായിട്ട് ബാങ്കുകളുടെ ലിക്വിഡിറ്റി കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ലക്ഷ്യം. അതായത് ഗ്രോത്ത് ഫോക്കസ് ചെയ്യുകയാണ് ഉദ്ദേശമെങ്കിൽ നമുക്ക് ഇൻഫ്ലേഷനിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ നൽകേണ്ടി വരും. ഇതുവരെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഫ്ലേഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ഗ്രോത്ത് ഫോക്കസ് ചെയ്യണമെങ്കിൽ ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ പണം എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ മറ്റുള്ള പല ബാങ്കിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സുകളും, അല്ലെങ്കിൽ ഇക്കോണമിയിൽ പണം പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആളുകളുടെ കൺസ്യൂമർ പർച്ചേസിങ് പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഉള്ള ആൾട്ടർനേറ്റീവ് മെഷേഴ്സുമായിട്ട് RBI മുന്നോട്ട് പോകുമോ എന്നുള്ള ഒരു ചിന്തയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അടക്കമുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ് മേഖലകളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു പോസിറ്റീവ്നെസ് ഇപ്പോൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് വെള്ളിയാഴ്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ അനൗൺസ് ചെയ്യുന്ന പണപ്പെരുപ്പ നിരക്കിൽ മാറ്റമുണ്ടാകുമോ, അല്ലെങ്കിൽ മറ്റ് പല അനൗൺസ്മെൻറ്റുകൾ എന്താണ് അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും മാർക്കറ്റിൻ്റെ വിഗതി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിന്ന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി കാണാൻ സാധിക്കുകയുണ്ടായി. സോ നിഫ്റ്റി 24,276 എന്നുള്ള ഒരു മാജിക് ഫിഗറിൽ തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് 24,000 ഹൈ വന്നിരിക്കുന്നത് 24,301 പല പ്രാവശ്യവും 24,350 എന്ന് പറഞ്ഞൊരു ഹഡിൽ നമുക്ക് കീറാമുട്ടിയായി നിൽക്കുകയാണ്. അപ്പോൾ 24,350 മുകളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വൈബാണ് മാർക്കറ്റിൽ സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 24,100 150 എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് സോണായിട്ടാണ് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യുന്നത്. അതേസമയം അപ്പർ സൈഡിൽ 24,350 to 24,430 എന്ന് പറയുന്ന ഒരു 80 പോയിൻ്റ് റേഞ്ച് വളരെ ക്രൂഷ്യലാണ്. അതിനുശേഷം അതായത് നാളെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുകയും 24,430 മുകളിൽ നിഫ്റ്റി സ്റ്റേബിൾ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ശക്തമായിട്ടുള്ള റാലി വീണ്ടും നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ്നെസ് ആയിരുന്നു. പ്രത്യേകിച്ചും നിഫ്റ്റി ബാങ്ക് ഫിനാൻഷ്യൽ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും നിഫ്റ്റി നെക്സ്റ്റ് 50 എല്ലാ ഇൻഡെക്സുകളിലും മിഡ് ക്യാപ്പ് ഇനി PSU ആയാലും PSUവിൽ
ചെറിയ രീതിയിൽ മാത്രമാണ് ഒരു ഇടിവ് വന്നിരിക്കുന്നത്. 13 പോയിൻ്റ് ഇടിവാണ് PSU ബാങ്ക് ഇൻഡെക്സിൽ വന്നിരിക്കുന്നത്. FMCG ഇൻഡെക്സിലും 26 പോയിൻ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത്. മറ്റുള്ള പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ പോസിറ്റീവായിരുന്നു. റിസർവ് ബാങ്ക് FMCG സെക്ടറിൽ വന്നിരിക്കുന്ന ഗ്രോത്തിന് കാരണം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വീണ്ടും ഗ്രോത്ത് കുറയും എന്നുള്ള ഒരു അനുമാനമാണ്. FMCG കമ്പനികളുടെ മാർജിനിൽ വീണ്ടും കുറവ് വരാൻ സാധ്യതയുണ്ട്, ഈ ക്വാർട്ടറുകളിലും ചെറിയ രീതിയിലുള്ള ഇടിവ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അനുമാനം വരികയുണ്ടായി. അതിന് തുടർന്നാണ് FMCG കമ്പനികളിൽ ചെറിയ രീതിയിലുള്ളൊരു സബ്ബിഷ്നസ് എന്ന് കണ്ടത്. അല്ലെങ്കിൽ ഔട്ട്ലുക്ക് FMCG സെക്ടറിൻ്റെ Q3 ഔട്ട്ലുക്കും ചെറിയ രീതിയിൽ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുമാനം. നമുക്ക് നോക്കാം. കാരണം ശക്തമായിട്ടുള്ള ഖാരിഫ് വിളകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റെക്കോർഡ് വിളകളാണ് ഇപ്രാവശ്യം രേഖപ്പെടുത്താൻ പോകുന്നത്. നല്ല മൺസൂൺ ആയിരുന്നു. അതിനെ തുടർന്ന് Q3 പിക്കപ്പ് ആകും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന GDP ഗ്രോത്ത് റേറ്റ് കുറഞ്ഞത് Q3യോട് കൂടി അത് മേക്കപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അനുമാനം. നല്ല ബമ്പർ പ്രൊഡക്ഷനാണ് നമുക്ക് ഖാരിഫ് വിളകൾ നൽകാൻ പോകുന്നത്. എക്സ്പോർട്ട് കാരണങ്ങൾ ഒക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിക്കവറി പ്രതീക്ഷിക്കുന്നുണ്ട്. റൂറൽ ഡിമാൻഡ് ഇപ്പോൾ പതുക്കെ കൂടി വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ സെക്കൻഡ് ഹാഫ്, അതായത് സെപ്റ്റംബറിന് ശേഷം മാർച്ച് വരെയുള്ള ഒരു കാലം, സെക്കൻഡ് ഹാഫ് ഇക്കോണമിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള അനുമാനം തന്നെയാണ് ഇപ്പോഴും സൂക്ഷിക്കുന്നത്. ഇനി US മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് 7 പോയിൻ്റ് അപ്സൈഡിലാണ്. അതുപോലെ തന്നെ യൂറോപ്പും പോസിറ്റീവ് അപ്സ് തന്നെയാണ്. കാരണം ഇന്ന് 1% മുകളിലാണ് ഇപ്പോൾ യൂറോപ്പ് ഡാക്സ് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഗിഫ്റ്റ് നിഫ്റ്റി 52 പോയിൻ്റ് ഉയർച്ചയോട് കൂടിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും US മാർക്കറ്റ് അവസാനിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു ട്രേഡിംഗ് പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നാളെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിഗ്ഗിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സ്വിഗ്ഗിയുടെ Q2 റിസൾട്ട് നാളെ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ വിപ്രോ അനൗൺസ് ചെയ്തിരിക്കുന്ന ബോണസ് ഷെയറുകളുടെ എക്സ് ഡേറ്റ് നാളെയാണ്. 3 ദിവസത്തെ RBIയുടെ മീറ്റിംഗ് തുടങ്ങുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നിന്ന് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഔട്ട്പുട്ട് നമുക്ക് പ്രധാനപ്പെട്ടതാണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇന്നൊരു പബ്ലിക് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടോ പണപ്പെരുപ്പുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ വരുന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ ബുധനാഴ്ച ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവൽ, അദ്ദേഹവും ഒരു പബ്ലിക് ഇവൻറ്റിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവിടെയും ഇൻഫ്ലേഷനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതുതന്നെ മഹാരാഷ്ട്ര ഇലക്ഷൻ കഴിഞ്ഞു. 5 ഡിസംബറിനാണ് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്നതാണ്. UPLൻ്റെ റൈറ്റ് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നിരിക്കുന്നു. ഡിസംബർ 5-നാണ് ഒപെക്കിൻ്റെ മീറ്റിംഗ്. അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്. ഒപെക് രാജ്യങ്ങൾ വീണ്ടും എണ്ണ പ്രൊഡക്ഷൻ കുറക്കുമോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യാൻ പോകുന്നുള്ള ഔട്ട്പുട്ടും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ടതാണ്. സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളിലായിട്ടുള്ള MGL അടക്കമുള്ള കമ്പനികളിൽ നിന്ന് CNG പ്രൈസുകൾ 15 രൂപയ്ക്ക് മുകളിൽ ഉയർത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ്, പ്രത്യേകിച്ചും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ആഴ്ച എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന കാര്യം എക്കണോമിസ്റ്റുകൾ വിലയിരുത്തുന്നത് പോസിറ്റീവായിട്ടാണ്. കാരണം അവിടെ പറയുന്നത് ആ രീതിയിൽ ട്രംപിന് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ആണെങ്കിൽ അമേരിക്കയിൽ അത്രമാത്രം പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് വേണം. അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്ക ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പം സ്വന്തമായിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുങ്കം ഏർപ്പെടുത്തും എന്നുള്ള തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് അത് അത്രമാത്രം പ്രാക്ടിക്കൽ അല്ല എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഓൾറെഡി ചൈനയുമായിട്ടും അതുപോലെ തന്നെ മെക്സിക്കോ, കാനഡയുമായിട്ട് തന്നെയായിട്ട് അധികാരത്തിന് മുമ്പ് തന്നെ ട്രംപ് പിടികൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇഫക്റ്റ് വരാൻ പോകുന്നുള്ളത്, നമുക്കിപ്പോഴും നല്ല രീതിയിലുള്ളൊരു ട്രേഡ് റിലേഷനുള്ള ഒരു രാജ്യം കൂടിയാണ് US. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് ഇന്ത്യ അടക്കം 9 മെമ്പേഴ്സാണുള്ളത്. അതിൽ ഇന്ത്യ, ബ്രസീൽ, റഷ്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, അതുപോലെ തന്നെ UAE, ഇത്രയും രാജ്യങ്ങളാണുള്ളത്. ഇതിൽ ഇവരുമായിട്ടുള്ള ട്രേഡ് റിലേഷൻസിൽ 100% നികുതി എന്ന ഒരു തീരുമാനം ട്രംപിന് അത്രമാത്രം പ്രാക്ടിക്കബിൾ ആയിരിക്കില്ല. പ്രത്യേകിച്ചും ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ ആയിട്ട് തന്നെ നല്ല രീതിയിലുള്ള ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ട് ഇന്ത്യയുമായിട്ട് പ്രത്യേകിച്ചിട്ടും. അപ്പോൾ അത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതിന് പുറമെ എമർജിംഗ് മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ട്, അതായത് ഇന്ത്യ അടക്കമുള്ള ഈ ബ്രിക്സ് രാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് അവരുടെ ഫോറിൻ റിസർവുമായിട്ട് ബന്ധപ്പെട്ട്, അവരുടെ എക്സ്ചേഞ്ച് റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ വർധനവുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരൊരു ലോക്കൽ കറൻസി ആയിട്ട് ആൾട്ടർനേറ്റീവ് പറയുന്നത്. ഇന്ത്യയിലെ ബാങ്കുകളടക്കം 29 രാജ്യങ്ങളിലുള്ള എസ്ക്രോ അക്കൗണ്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരെ ട്രേഡിന് തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ്. സോ വരുന്ന ദിവസങ്ങളിൽ ട്രംപ് ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ രീതിയിൽ എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത് ബ്രിക്സ് രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട് ഇപ്പോൾ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്.
പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മളൊരു ഡൊമസ്റ്റിക് യൂസിൽ തന്നെയാണ് ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് റിയാക്ഷൻ, പ്രത്യേകിച്ച് IT കമ്പനികളടക്കമുള്ള കമ്പനികളിൽ നമുക്ക് ഒരു അപ്സൈഡ് മീൻസ് ഡൗൺ സൈഡിനുള്ള സാധ്യതകൾ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ആസ് ഓൺ ഡേറ്റ് ഇത് അതുവരെ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് നേട്ടമുണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു സെക്ടർ എന്ന് പറയുന്നത് സിമെൻറ്റ് സെക്ടറാണ്. സിമെൻറ്റ് സെക്ടറിൽ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. ജെഫ്രിയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം മൂന്നാമത്തെ ക്വാർട്ടർ, അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ സിമെൻറ്റ് പ്രൈസ് കൂടാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. 7 മുതൽ 15 രൂപ വരെയാണ് ഒരു ബാഗ് സിമെൻറ്റിന് കൂടാനുള്ള സാധ്യത. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സ്പേസിൽ നല്ല വിളവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റൂറൽ കൺസംഷൻ കൂടാനുള്ള സാധ്യതകളും അവർ വിലയിരുത്തുന്നു. പബ്ലിക് സെക്ടർ ക്യാപെക്സ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടാനുള്ള സാധ്യതകൾ 11 ലക്ഷം കോടി രൂപയുടെ ക്യാപെക്സ് ആണ് ഈ ഒരു 2 ക്വാർട്ടറുകളിലായിട്ട് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത്. ജെഫ്രി ഇതാണ് മുന്നിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മാണ മേഖലകൾ ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ടെന്നാണ് ജെഫ്രി അവകാശപ്പെടുന്നത്. ഒക്ടോബർ നവംബർ മാസങ്ങളിലും മൺസൂണും മറ്റു കാര്യങ്ങളും കൊണ്ട് സിമെൻറ്റ് സെയിൽസ് കുറവായിരുന്നു. പക്ഷേ ഡിസംബർ മുതൽ സിമെൻറ്റ് സെയിലിൽ വർധനമുണ്ടാകും എന്നുള്ളതാണ്. വോളിയം ഗ്രോത്തും അതുപോലെ തന്നെ പ്രൈസ് ഗ്രോത്തും ഒക്കെ തന്നെ ഉണ്ടാകും. അവർ 2 പ്രധാനപ്പെട്ട പിക്കുകളായിട്ട് പറഞ്ഞിരിക്കുന്നത് അൾട്രാടെക് സിമെൻറ്റും JK സിമെൻറ്റുമാണ്. ഇന്ന് അൾട്രാടെക് സിമെൻറ്റിലെ നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട ഗെയിനർ തന്നെയായിരുന്നു. JK സിമെൻറ്റിൽ നല്ല മുന്നേറ്റം കണ്ടു. അതുപോലെ തന്നെ മിഡ് ക്യാപ് സിമെൻറ്റ് കമ്പനികളായിട്ടുള്ള സാഗർ സിമെൻറ്റ്, JK ലക്ഷ്മി സിമെൻറ്റ് പോലുള്ള സിമെൻറ്റ് കമ്പനികളിൽ ഇന്ന് മുന്നേറ്റം കണ്ടു. റാംകോ സിമെൻറ്റ് നേട്ടം ഉണ്ടാക്കി. അപ്പോൾ സിമെൻറ്റ് സെക്ടറിൽ എൻ്റെ ഇപ്പോഴത്തെയും പ്രിഫേർഡ് പിക്ക് എന്ന് പറയുന്നത് അംബുജ തന്നെയാണ്. അംബുജ സിമെൻറ്റ് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ സിമെൻറ്റ് പ്രൊഡ്യൂസറാണ്. അല്ലെങ്കിൽ സിമെൻറ്റ് കപ്പാസിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ കപ്പാസിറ്റി ഉപയോഗിക്കുന്ന സിമെൻറ്റ് കപ്പാസിറ്റി ഉള്ള കമ്പനിയാണ് അദാനിയുടെ കയ്യിലുള്ള അംബുജ സിമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 535 നിലവാരത്തിലാണുള്ളത്. കഴിഞ്ഞ ആഴ്ച ആ ഒരു അദാനിയുടെ മുകളിലുള്ള ആരോപണം ശക്തമായ സമയത്ത് 460-470 രൂപ വരെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ 530 രൂപയിലേക്ക് വീണ്ടും അംബുജ തിരിച്ചു വന്നിട്ടുണ്ട്. ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സിമെൻറ്റ് സ്റ്റോക്കിൽ ചെറിയൊരു എക്സ്പോഷർ എടുക്കാൻ പറ്റുന്ന, ഓഫ് കോഴ്സ് മെയിൻ സ്ട്രീമിലുള്ള കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ എന്ന നിലയിൽ അൾട്രാടെക് തന്നെയാണ്, സംശയമില്ല. അതേസമയം നിങ്ങൾക്ക് ചെറിയൊരു എക്സ്പോഷർ സിമെൻറ്റ് സ്റ്റോക്കിൽ എടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അംബുജ സിമെൻറ്റ് ഇപ്പോഴും പ്രിഫേർഡ് ബിറ്റ് തന്നെയാണ്. 700+ തന്നെയാണ് എൻ്റെ ലോങ് ടേം ആയിട്ടുള്ള ടാർഗറ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് RBL ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. RBL ബാങ്കിൽ ബജാജ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഒരു കോബ്രാൻഡഡ് കാർഡുകൾ ഇനി നിർത്തലാക്കുന്നു എന്നുള്ളതാണ് RBL ബാങ്കിൻ്റെ ആദ്യം നെഗറ്റീവായിട്ട് വന്നത്. അതേസമയം ഈ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ചില ക്ലാരിഫിക്കേഷൻസ് പ്രസക്തമാണ്. ഈ കോബ്രാൻഡഡ് കാർഡുകൾ 1 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്ന കാർഡുകൾ ഇപ്പോൾ 50,000-ൽ താഴെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പടിപടിയായിട്ട് കോബ്രാൻഡഡ് കാർഡുകൾ നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ കുറവ് വന്നിരിക്കുന്നത്. അല്ലാതെ ക്രെഡിറ്റ് റേറ്റിംഗുമായിട്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളുമായിട്ടുള്ള മറ്റുള്ള ഇഷ്യൂകളല്ല എന്നുള്ളതാണ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള വന്നിരിക്കുന്ന വിശകലനങ്ങൾ. RBL ബാങ്കിന് IRCTCയുമായിട്ടും HP, BP അങ്ങനെയുള്ള പല പെട്രോൾ കമ്പനികളുമായിട്ടും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുമൊക്കെ ആയിട്ട് തന്നെ കോബ്രാൻഡഡ് കാർഡുകളുണ്ട്. അപ്പോൾ RBIയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന Q2-വിൽ വന്നിരിക്കുന്ന ചില വിമർശനങ്ങളും ഈ ബാങ്കിനെതിരെ അല്ലെങ്കിലും ഏറെ ബാങ്കുകൾക്ക് മുകളിൽ വന്നിരുന്ന വിമർശനങ്ങളുണ്ടായിരുന്നു. കോബ്രാൻഡഡ് കാർഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺട്രോളിംഗ് ഒക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറവ് വന്നിരിക്കുന്നത് എന്നുള്ള ബാങ്കിൻ്റെ വിശദീകരണമാണ് RBL ബാങ്കിൽ പിന്നീട് ഒരു സ്റ്റെബിലൈസേഷൻ കാണാൻ സാധിച്ചത്. അപ്പോൾ ബാങ്കിങ് മേഖലയിൽ RBL ഈ ഒരു രീതിയിൽ ഇന്ന് പ്രത്യേകിച്ചും വാർത്തകളിൽ നിറഞ്ഞു നിന്നു. അതുപോലെ ഇന്നൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, ഓർഡർ റിലേറ്റഡ് ആയിട്ടൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വാരി എനർജീസിൻ്റെ ഭാഗത്തു നിന്നാണ്. വാരി എനർജീസിന് സോളാർ മൊഡ്യൂൾസുകൾ, അതായത് 364 മെഗാവാട്ടിൻ്റെയും 160 മെഗാവാട്ടിൻ്റെയും സോളാർ മൊഡ്യൂൾസുകൾ സപ്ലൈ ചെയ്യുന്നതിനായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഓർഡറുകൾ വന്നിരിക്കുന്നു. ഇത് റിന്യൂവബിൾ പ്രൊജക്റ്റ് രംഗത്തുള്ള പ്രധാനപ്പെട്ട ഓർഡറുകളായിട്ടാണ് വിലയിരുത്തുന്നത്. ഇത് 2024-25 സാമ്പത്തിക വർഷത്തിൽ അവരുടെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും 25-26 സാമ്പത്തിക വർഷത്തിലാണ് ഇതിൻ്റെ ഡെലിവറി നടക്കുക എന്നാണ് വാരി എനർജീസ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗേറ്റ്വേ ഡിസ്ട്രിക്ട് പാർക്സ് അവരുടെ കണ്ടെയ്നർ സർവീസ്, അതായത് കണ്ടെയ്നർ ട്രെയിൻ സർവീസ് കണ്ട്ല പോർട്ടിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. 5 ICD, അതായത് ഗുഡ്ഗാവ്, ഫരീദാബാദ്, അഹമ്മദാബാദ്, അതുപോലെ തന്നെ ലുധിയാന, കാശിപൂർ, ഇത്രയും രംഗത്തു നിന്നാണ് കണ്ട്ലയിലേക്കുള്ള കണ്ടെയ്നർ സർവീസുകൾ തുടങ്ങിയിരിക്കുന്നത്.
അപ്പോൾ കാണ്ട്ല ഇതോടുകൂടി 4ാമത്തെ പടിഞ്ഞാറൻ മേഖലയിലുള്ള പോർട്ടായി മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയ ലോജിസ്റ്റിക് സർവീസസുള്ള കാണ്ട്ല പോർട്ടുകളിലേക്ക്. സോ ഗേറ്റ് വേ ഡിസ്പാർക്കേഴ്സും അതിൻ്റെ ലൈം ലൈറ്റിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കണ്ടിന്യൂസ് ആയിട്ട് ഗേറ്റ് വേ ഡിസ്പാർക്കേഴ്സിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വ്യൂ പോസിറ്റീവാണ്. പ്രത്യേകിച്ചും കാർഗോ അല്ലെങ്കിൽ ലോജിസ്റ്റിക് സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കേണ്ട സമയമായി. കാരണം എക്കോണമി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും പോർട്ട് കമ്പനികളും അതുപോലെ തന്നെ ലോജിസ്റ്റിക് കമ്പനികളും ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് നമുക്ക് ഓൾറെഡി കവറേജ് ഉള്ള കമ്പനിയാണ്. ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് ഓൾ കാർഗോ ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ ഇപ്പോൾ ഗേറ്റ് വേ ഡിസ്പാർക്കേഴ്സ്, ഇവരുള്ള കമ്പനികളിൽ പോസിറ്റീവ് മൊമെൻറ്റ് വരാൻ സാധ്യത. ഏറ്റവും കൂടുതൽ വരുന്ന കണ്ടെയ്നർ കോർപ്പറേഷൻ ഞാനത് സജസ്റ്റ് ചെയ്ത ഓഹരി കൂടിയായിരുന്നു നമ്മുടെ സ്വിംഗീസ് കിങ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. 810, 820 എനിക്കിതിപ്പോഴും വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നു. കോൺകോറിൽ 840, 850 ആയിരുന്നു നമ്മുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ്. ഇന്ന് ഏകദേശം 830 മുകളിൽ വരെ വന്നുകയുണ്ടായി. അടുത്ത് തന്നെ ഈ ഒരു രംഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളോ മറ്റോ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് കോൺകോറിലാണ്. കോൺകോർ 900 വരെയുള്ള ടാർഗറ്റെങ്കിലും നമുക്ക് വെച്ചാവുന്നതാണ്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 780 താഴെയാണ് വെക്കേണ്ടത്. സോ കോൺകോർ ഈ ലോജിസ്റ്റിക് സെഗ്മെൻറ്റിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഓഹരിയാണ്. അതിന് താഴെയാണ് വരുന്ന ഓൾ കാർഗോ ലോജിസ്റ്റിക്സ്. പക്ഷേ ഒരു 1.5 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള ഓഹരികളിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. പക്ഷേ കോൺകോറിൽ പ്രത്യേകിച്ചും ഫ്രണ്ട് ലൈൻ സ്റ്റോക്ക് എന്ന നിലയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നമുക്കൊരു 1 week to 2 weeks സമയത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റോക്കുകൾ ഇന്ന് റഡാറിൽ വന്നത്. ഒന്ന് ഗ്രാനുൾസാണ്. ഗ്രാനുൾസ് ഏകദേശം 590-95 നിലവാരത്തിലാണുള്ളത്. എനിക്ക് തോന്നുന്നു വളരെ സ്ട്രോങ് ആയിട്ടൊരു അപ്സൈഡിലാണ് ഗ്രാനുൾസ് ഉള്ളത്. ഗ്രാനുൾസിന് അടുത്ത ടാർഗറ്റ് 615 മുതൽ 625 വരെ അങ്ങ് പോകാനുള്ള സാധ്യതകളുണ്ട്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 578 താഴെയാണ് ഗ്രാനുൾസിന് വെക്കേണ്ടത്. ഇതൊരു 1 to 2 weeks ആയിട്ടാണ് കാണുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂണിയൻ ബാങ്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിയൻ ബാങ്ക് 124-125 വരെ പോയതിന് ശേഷമാണ് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. 117 താഴെയാണ് നമുക്ക് യൂണിയൻ ബാങ്കിനുള്ള സ്റ്റോപ്പ് ലോസ് ഉള്ളത്. ഇത് 120 നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഓഹരി ഇന്ന് വന്നിരിക്കുന്നത് ലാവോപോള എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ലാവോപോള ഏകദേശം 330-40 റേഞ്ചിലാണുള്ളത്. എനിക്ക് തോന്നുന്നു ലാവോപോളാസ് ഒരു അടുത്ത ടാർഗറ്റായിട്ട് 355 to 365 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ലാവോപോള. LAOPOLA എന്ന് പറയുന്നതാണ് ടിക്കർ നെയിം ലാവോപോള. സ്റ്റോപ്പ് ലോസ് 310 താഴെയാണ്. 310 അല്ലെങ്കിൽ 310-15 റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കാം. 340 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 330-340 ബൈ റേഞ്ചും അതുപോലെ തന്നെ 355 to 65 റേഞ്ചിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ലാവോപോള ഒരു 1 month ബേസായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കാണ്. കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് കൂടി മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാനുൾസ് ഒരു 1 week ടാർഗറ്റ് വെച്ചുകൊണ്ടുള്ള സ്റ്റോക്കാണ്. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ നിങ്ങൾ കൂടി ഇൻവെസ്റ്റ് ചെയ്തതിന് മുമ്പ് കൃത്യമായിട്ട് നോക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും സ്റ്റോക്ക് പിക്സിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന് പുറമെ ഓഹരി വിപണിയിലുള്ള നിക്ഷേപങ്ങൾ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. അപ്പോൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സുമായിട്ടും കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നിഫ്റ്റി നാളെയും ഒരു പോസിറ്റീവ് അപ്സൈഡ് ഉണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും വേൾഡ് ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഗ്ലോബൽ ഫ്രണ്ടിലോ മറ്റോ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ നോക്കാം. അപ്പം ഇന്നും US മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങിന് ശേഷവും അതുപോലെ തന്നെ വേറെ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഒരു പോസിറ്റീവ് അപ്സൈഡ് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഞങ്ങളുടെ റിസർച്ച് പ്രൊഡക്റ്റുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ക്ഷണിക്കുകയാണ്. ഒരിക്കലെങ്കിലും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത് നോക്കുക. ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം. താങ്ക്